ഭിന്നശേഷി സമൂഹത്തിന്റെ അവകാശ സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി മുഹമ്മദ് യാസിൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച 21 നിവേദനം കേരളത്തിലെ 10,000-കണക്കിന് ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും അതിജീവന പോരാട്ടത്തിന്റെ പ്രതിഫലനമാണ്. ശാരീരികമായ പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിടുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഈ നിവേദനം കേവലം ചില ആനുകൂല്യങ്ങൾക്കായുള്ള അപേക്ഷയല്ല, മറിച്ച് ഭരണഘടനാപരമായ അവകാശങ്ങൾക്കായുള്ള പോരാട്ടമാണ്. നമസ്കാരം. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെയും അവരുടെ മാതാപിതാക്കളുടെയും സമഗ്ര ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് 21 നിർദ്ദേശങ്ങൾ അടങ്ങിയ നിവേദനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുള്ളതാണ്. ഇതിൽ പ്രധാനമായും ജനനത്തിൽ തന്നെ വൈകല്യം കണ്ടുപിടിച്ച് ചികിത്സ നൽകുന്ന ആധുനിക സംവിധാനം എല്ലാ താലൂക്ക് ആശുപത്രിയിലും സ്ഥാപിക്കുക, സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക, ആശ്വാസ കിരണം പോലുള്ള പദ്ധതികൾ കുടിശ്ശികയില്ലാതെ നൽകുക, ക്ഷേമ പെൻഷൻ വർധനവ്, സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ ഓഫീസുകളിൽ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള നടപടികൾ കർശനമാക്കുക തുടങ്ങിയ 21 നിർദ്ദേശങ്ങൾ അടങ്ങിയ നിവേദനം കൈമാറിയിട്ടുള്ളതാണ്. നിവേദനം ലഭിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡയറക്ടർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിട്ടുള്ളതായി അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ സമൂഹത്തിൽ നിന്ന് എല്ലാവിധ സഹകരണവും പിന്തുണയും കൂടാതെ പത്രമാധ്യമ രംഗത്ത് നിന്ന് എല്ലാവിധ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ നിവേദനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് രാഷ്ട്രീയ സംവരണം ഏർപ്പെടുത്തണമെന്നതാണ്. ജനാധിപത്യത്തിന്റെ താഴെത്തട്ടിൽ ഭിന്നശേഷിക്കാർക്ക് കൃത്യമായ പ്രാതിനിധ്യം ലഭിച്ചാൽ മാത്രമേ ആ വിഭാഗം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ നൈരൂപീകരണത്തിന്റെ ഭാഗമാകൂ. റാമ്പുകൾ നിർമ്മിക്കുന്നതിനും വീൽചെയർ സൗഹൃദമായ പൊതുവിടങ്ങൾ ഒരുക്കുന്നതിനും അപ്പുറം ഭിന്നശേഷിക്കാരുടെ ശബ്ദം അധികാര കേന്ദ്രങ്ങളിൽ നേരിട്ട് മുഴങ്ങേണ്ടതുണ്ട്. ഭിന്നശേഷിയുള്ള കുട്ടികളെയും വ്യക്തികളെയും പരിപാലിക്കുന്ന മാതാപിതാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ നിവേദനത്തിൽ എടുത്തു പറയുന്നു. പലപ്പോഴും തങ്ങളുടെ ജീവിതം മുഴുവൻ കുട്ടികൾക്കായി മാറ്റിവെക്കുന്ന മാതാപിതാക്കൾക്ക് വാർദ്ധക്യകാലത്ത് സുരക്ഷാ കവചങ്ങൾ ഇല്ലാത്ത അവസ്ഥയുണ്ട്. അവർക്ക് പ്രത്യേക പെൻഷൻ, ഇൻഷുറൻസ് പരിരക്ഷ, മാനസിക പിന്തുണ നൽകുന്ന കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ എന്നിവ സർക്കാർ ഉറപ്പാക്കണം. മാതാപിതാക്കളുടെ കാലശേഷം ഈ കുട്ടികളുടെ സംരക്ഷണം ആരേറ്റെടുക്കുമെന്ന വലിയ ചോദ്യത്തിന് ഉത്തരമായി സർക്കാർ തലത്തിലുള്ള ശാസ്ത്രീയമായ കെയർ ഹോം ശൃംഖലകളും ആവശ്യമാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം എന്നീ മേഖലകളിൽ നിലവിലുള്ള 4% സംവരണം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തണം. സ്പെഷ്യൽ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിനൊപ്പം ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ പലിശരഹിത വായ്പകളും വിപണന സൗകര്യങ്ങളും ലഭ്യമാക്കേണ്ടതുണ്ട്. ശാരീരികമായി 50% വൈകല്യമുള്ള ഇവർ ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് ആ വിഭാഗത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ശ്രമമായാണ് കാണേണ്ടത്. ഈ 21 നിവേദനം മുഖ്യമന്ത്രി ഗൗരവമായി പരിഗണിക്കുകയും അടിയന്തരമായ ഒരു നയരൂപീകരണം നടത്തുകയും ചെയ്താൽ മാത്രമേ കേരളം യഥാർത്ഥ അർത്ഥത്തിൽ ഒരു ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി മാറുകയുള്ളൂ. സഹതാപമല്ല, മറിച്ച് തുല്യനീതിയും അവസരങ്ങളുമാണ് ഭിന്നശേഷി സമൂഹം ആഗ്രഹിക്കുന്നത്.